ജനസമുദ്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും വളരെ ആവേശത്തിലാണ് ജനങ്ങളുള്ളത്. പാർട്ടിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഈ സമ്മേളനം മാറിയിരിക്കുന്നു. വിഭാഗീയമായ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ചുമതലയാണ് ഈ സമ്മേളനത്തിലൂടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെയും തീർച്ചയായിട്ടും ഇവിടെ രൂപപ്പെട്ടു വരുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമായിട്ട് മാർക്സും എംഗൽസും ചൂണ്ടിക്കാണിച്ച എല്ലാ പിന്തിരിപ്പന്മാരുടെയും ഒരു മുന്നണി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കുമെതിരായിട്ട് രൂപപ്പെട്ടു വരികയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം അതിൽ ചേർന്ന് അവരുടെ എല്ലാം പൊതുശത്രു CPIM ആണ് എന്ന് പ്രഖ്യാപിച്ച് നടന്നു വരുന്ന ഈ പ്രചരണ കോലാഹലങ്ങളെയാകെ നമുക്ക് നേരിടേണ്ടതുണ്ട്. അതിന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി രണ്ടാം ടേം അധികാരത്തിൽ വന്നതുപോലെ 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും നമുക്ക് വൻ മുന്നേറ്റം സൃഷ്ടിക്കാനാവണം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകാനാവണം. അതിന് സാധിക്കത്തക്ക രീതിയിലുള്ള സംഘടനാപരമായ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടും ജനങ്ങൾക്കെതിരായിട്ടും പ്രഖ്യാപിച്ച ഈ സാമ്പത്തിക പ്രതിരോധ യുദ്ധം അതും നമുക്ക് നേരിടാൻ പറ്റണം. അത് നേരിടാൻ സാധിക്കണമെങ്കിൽ കേരളത്തിൻ്റെ സ്വാധീനത്തെ, അതിൻ്റെ കഴിവിനെ പരമാവധി നമുക്ക് ഉപയോഗിക്കണം. അതാണ് നമ്മുടെ പുതിയ വഴികൾ, നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയിലൂടെ ഈ സമ്മേളനം ഇപ്പോൾ കണ്ടിട്ടുണ്ട്. വലിയ മാറ്റം, ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം ഈ കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. വ്യാവസായിക മേഖലയിൽ 1,52,000 കോടി രൂപയുടെ നിക്ഷേപം. അതിനു പുറമെ സഹകരണ മേഖലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വിവിധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പദ്ധതികൾ ഒക്കെ വിഭാവനം ചെയ്യുന്നുണ്ട്. നമ്മുടെ സമ്പത്ത് പൂർണ്ണമായിട്ടും സ്വരൂപിക്കാനും പുതിയ രീതിയിൽ ആ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു വികസന പരിപ്രേക്ഷ്യം കേരളം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളുമെല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് മുൻവിധിയില്ലാതെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം. ഇപ്പോൾ ഡാമിലൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മണൽ അതൊന്നും വാരിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവപൂർവ്വം ഗവൺമെൻറ് പരിഗണിക്കണം. അതുപോലെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ, അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പരമാവധി പാവപ്പെട്ട മനുഷ്യർക്ക് സൗജന്യ ചികിത്സ നൽകുന്നതും അവിടെ നമുക്ക് എങ്ങനെയാണ് വ്യൂഹങ്ങൾ കണ്ടെത്താനാവുക എന്ന കാര്യം, ആ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം. അതുപോലെ തന്നെ മാറുന്ന കേരളത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന രീതിയിൽ ടൂറിസം മേഖല അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനെ ശക്തിപ്പെടുത്താൻ കഴിയണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിരിക്കേണ്ടുന്ന 52 കേന്ദ്രങ്ങളിലൊന്ന് കേരളമാണ് എന്ന് ടൈംസ് മാഗസിൻ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതയും നമുക്ക് ഉപയോഗിക്കണം കഴിയണം. അങ്ങനെ കേരളത്തിൻ്റെ വളർച്ച രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പ്ലാന്റേഷൻ മേഖലയിലും റബ്ബർ മേഖലയിലും അതുപോലെ തന്നെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഇന്നത്തെ നിലയിൽ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ പ്രയാസമുണ്ട്. എന്നാലും
അത് മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തും. നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടും. ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം മുന്നോട്ടേക്ക് പോകാനാവും ശ്രമിക്കുക. എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവണം.